ഈ വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ് അറിയിക്കുന്നു. പരിശോധനകളിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിശദീകരണം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. വിപിൻ്റെ ഈ തുടർച്ചയായ മുഴക്കങ്ങൾ കേട്ടത് തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ. പക്ഷേ അത്തരത്തിലൊരു ആശങ്ക അത് വേണ്ട എന്നാണോ ഇപ്പോൾ പറയുന്നത്? അതെ, അങ്ങനെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജിയോളജി വകുപ്പ് നൽകുന്നത്. ഇന്നലെ ഒരു 10:30 കൂടിയാണ് വയനാട്ടിൽ ആദ്യം ഈ അമ്പലവയൽ പ്രദേശത്ത് ഇത്തരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു ശബ്ദവും വലിയ പ്രകമ്പനവും ഉണ്ടായത്. നാട്ടുകാർ അതുകൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തിയിലുമായിരുന്നു. ഈ അമ്പലവയൽ ഉൾപ്പെടെ 8 പ്രദേശങ്ങളിലാണ് വയനാട്ടിൽ മാത്രം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത്. ഇതോടുകൂടി ആളുകൾ ആശങ്കപ്പെടുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് വീട്ടിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ജിയോളജി വകുപ്പിനെ തന്നെ അവിടെ പ്രത്യേകമായ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തത്. ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, അസ്വാഭാവികതയുണ്ടെങ്കിൽ കിണറുകളിലെയും അതുപോലെ തന്നെ തോടുകളിലെയും വെള്ളം കലങ്ങിയ നിലയിലായിരിക്കും. ഇത് അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. വയനാട്ടിൽ മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പഠനം വേണമെന്ന ആവശ്യം ഇതിനോടകമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. സ്മിത. ശരി, വിപിൻ സി വിജയനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.